ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ എന്തെങ്കിലും സജഷൻസ് വേണം എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പ്രിഫറബിളി മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ എന്നെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചക്ക് 1-നും 2-നും ഇടയ്ക്ക് വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ വർക്കിലായിരിക്കും. ബാക്കി സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യും. അത് കൂടാതെ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസസ് എന്തും തന്നെ ആവട്ടെ, നിങ്ങൾക്ക് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ചാനലിലൂടെ നമുക്കത് ചെയ്യാൻ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുമേഷ് ബ്രോ ആണ്. പാലക്കാടുകാരനാണ്. പുള്ളിയുടെ ഐഡന്റിറ്റി അധികം ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോ സുമേഷ് ബ്രോ വണ്ടി എടുത്തിട്ട് ഏകദേശം 4 മാസമായി. ജെൻ 3 ചെയ്ത 450X 4 മാസം കഴിഞ്ഞപ്പോൾ മോട്ടോർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് സുമേഷ് ബ്രോ തന്നെ പറഞ്ഞുതരും. അപ്പൊ ചേട്ടാ, ആക്ച്വലി എന്തായിരുന്നു ഇതിന്റെ തുടക്കം? അത് വണ്ടി ശനിയാഴ്ച ഞാൻ വൈകിട്ട് നിർത്തിയിട്ട വണ്ടിയായിരുന്നു. അപ്പൊ ഞായറാഴ്ച രാവിലെ അതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞായറാഴ്ച രാവിലെ നമ്മൾ സാധാരണത്തെ പോലെ കീ ഓൺ ചെയ്തു. അപ്പോ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഒക്കെ ഓൺ ആയി. എന്നതിന് ശേഷം മോട്ടോർ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഓൺ ചെയ്തതും നമ്മുടെ ഡിസ്പ്ലേ ഓഫായി പോയി. അങ്ങനെ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. പിന്നെയും ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവം ഓഫായി പോകും. ഞാൻ പിന്നെ അപ്പൊ തന്നെ നമ്മുടെ സർവീസ് മാനേജർ അജിലേഷ് ഉണ്ടായിരുന്നു, പാലക്കാട് അജിലേഷ് ആണ്. അപ്പോൾ പുള്ളിയെ അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോ പുള്ളി പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ പറഞ്ഞു നോക്കി, നടന്നില്ല. അപ്പോ എന്തായാലും വണ്ടി മോട്ടോർ ഡിസേബിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ഡിസ്പ്ലേയില്. എറർ കോഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ പുള്ളി പാലക്കാട് എന്തായാലും ECയിൽ ഒന്ന് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മള് അടുത്ത ദിവസം തന്നെ ഞായറാഴ്ച ഹോളിഡേ ആണല്ലോ. തിങ്കളാഴ്ച തന്നെ നമ്മൾ ECയിൽ വണ്ടി എത്തിച്ചു. അപ്പോ പുള്ളി അപ്പൊ തന്നെ അത് നോക്കി കംപ്ലൈന്റ്, അതിന്റെ ഒരു നമ്മുടെ ഡ്രൈവ് കൺട്രോളർ, അപ്പൊ അതിന്റെ കംപ്ലൈന്റ് കൊണ്ട് അങ്ങനെ വരാം എന്ന് പറഞ്ഞ് അഴിച്ചു നോക്കുമ്പോൾ സംഭവം അത് തന്നെ ആയിരുന്നു. ഡ്രൈവ് കൺട്രോളർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ സാധനം അവിടെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പാലക്കാട്. അപ്പൊ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് സൗകര്യമായി. പുള്ളി പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. ഒരു 1.5 മണിക്കൂർ, ഒരു മണിക്കൂറിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന സമയത്ത് എന്താ തോന്നിയത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്ത് 1,72,000 കൊടുത്തൊരു വണ്ടി വാങ്ങി ഒരു 3 മാസം ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ പെട്ടി ഓട്ടോയിൽ വിളിച്ച് വീട്ടിൽ നിന്ന് വണ്ടി കയറ്റി പോകുമ്പോ ഒരു വിഷമം തോന്നി. കാര്യം നമ്മുടെ അടുത്തുള്ള കാണുമല്ലോ. അപ്പൊ എന്നോട് വല്ല ദേഷ്യം തോന്നിയ? ഇല്ലില്ല, അതൊന്നും തോന്നിയില്ല. കാര്യം ഇത് അവര് പറഞ്ഞു, മാനേജറെ, അതായത് റയറായിട്ട് സംഭവിക്കുന്ന കേസാണ്. കഷ്ടകാലത്തിന് നമുക്ക് പറ്റി. പാലക്കാട് അങ്ങനത്തെ കേസ് ഞാൻ രണ്ടാമത്തെയാണെന്ന് പറഞ്ഞത്. കാരണം 1,500 വണ്ടിയോട് പോയിട്ടുണ്ട് പാലക്കാട്. അപ്പൊ അതിൽ 2 വണ്ടി റയറായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ വണ്ടിക്ക് മറ്റ് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 4,200 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. വേറെ പ്രശ്നങ്ങൾ വണ്ടിക്ക് വേറെ പറയത്തക്ക യാതൊരു കംപ്ലൈന്റും ഇല്ല. ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അതിപ്പോന്ന് വെച്ചാ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ള പോലെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റുകൾ വരും. അത് മനുഷ്യന്മാരുണ്ടാക്കിയ എല്ലാ സാധനങ്ങൾക്കും വരാം. ഇപ്പൊ മനുഷ്യന്മാർക്ക് തന്നെ കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. അപ്പൊ പെട്രോൾ വണ്ടിയാണെങ്കിലും സംഭവിക്കാം. അതെ, ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് ഒരു കമ്പനി അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡീലർഷിപ്പ് അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിടത്തോളം ഈ പറയണ പോലെ തുടക്കത്തിലൊരു ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന് കുറച്ച് ബുദ്ധിമുട്ടായി എങ്കിലും അത് പെട്ടെന്ന് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് സെറ്റായി പിറ്റേന്ന് തന്നെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ? അപ്പൊ അതിന്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി പാലക്കാട് സർവീസ് സെന്ററിലുള്ള സർവീസ് മാനേജർക്കും എല്ലാവർക്കുമാണ് പോകുന്നത്. മേ ബി വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇല്ല എങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ
നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇരിക്കേണ്ട ഇത് വരുമായിരുന്നു. അതെ. അപ്പൊ തൃശ്ശൂര് നമ്മുടെ ഒരു സുഹൃത്തിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഒരാഴ്ച ടൈം എടുത്തു. കാര്യം അത് ബാംഗ്ലൂരിൽ നിന്ന് സാധനം ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അവർ ഓർഡർ ചെയ്ത് വന്ന് അപ്പൊ ഒരാഴ്ചയോളം വണ്ടി അവിടെ നിർത്തി ഇവിടെ ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൃശ്ശൂര് നമ്മുടെ ഒരു സുഹൃത്ത് ഇതേ അതെ, കംപ്ലൈന്റ് ആയിരുന്നു. ഈ പാർട്സിന്റെ അവൈലബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ റിവോൾട്ടിന്റെ ഒക്കെ വണ്ടികൾ മാസങ്ങളോളായിട്ട് പലതും കംപ്ലൈന്റ് ആയിട്ട് പാർട്സ് വരാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ പറയണ പോലെ ഒരു നെഗറ്റീവ് വീഡിയോ നമുക്ക് ആക്ച്വലി പറയാൻ പറ്റില്ല അല്ലേ. നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായി എങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ ഈതറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഷോറൂമുകാരുടെ ഭാഗത്തുനിന്ന് അവര് അത് സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ ചേട്ടൻ എന്തായാലും ഭാഗ്യമുണ്ട്. കാരണം കറക്റ്റ് ടൈമിൽ ആ മോട്ടോർ കൺട്രോളർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടി. അതെ അതെ. ഞാൻ പറയാച്ച അവര് എല്ലാ പാർട്സും സ്പെയർ അത്യാവശ്യം വെക്കേണ്ട ഒരു ഇതാണ് സാഹചര്യമാണ്. കാരണം വണ്ടികളുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ കംപ്ലൈന്റുകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് സാധനം എത്തിക്കാനുള്ള ഒരു ഡിലേ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ പാർട്സ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതെ, വണ്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ പറയണ പോലെ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. മാത്രല്ല കൂടുതൽ വണ്ടി ഇറങ്ങുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈതറിലാണെങ്കിലും വേറെ ഏത് കമ്പനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതുവരെ വണ്ടി എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ഇഷ്യൂ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം വേറെ പറയത്തക്ക യാതൊരു പ്രശ്നവും ഏതറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വണ്ടി ഇത്രയും 4000 കിലോമീറ്റർ ഓടിയിട്ടും ഒരു പ്രശ്നമില്ല. അവിടെ തലേദിവസം വണ്ടി കൊണ്ടുപോകുന്നത് വരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ വണ്ടിക്ക്. ഒരു പ്രശ്നം വ്യത്യാസം രാവിലെ ഓൺ ചെയ്തപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം കാണിച്ചത്. റണ്ണിങ്ങിലല്ല. അതെ. അവിടെ ഇപ്പൊ എങ്ങനെയാണ് ഗ്രിഡ് സർവീസ് ഫെസിലിറ്റി അവസ്ഥകളൊക്കെ എങ്ങനെയാണ് അവിടെ പാലക്കാട്? ഗ്രിഡ് പൊതുവെ വർക്കിംഗ് ആണ്. അങ്ങനെ കംപ്ലൈന്റ് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുവിധം 2 ഗ്രിഡ് ആണ് ഉള്ളത് പാലക്കാട്. ഒന്ന് കമ്പനിയിൽ 2 ഉണ്ട്. പിന്നെ ഒരു പുറത്ത് പ്രൈവറ്റ് പാർട്ടിയുടെ അവിടെയും ഒരെണ്ണം. കംപ്ലൈന്റുകൾ കാര്യമായിട്ടില്ല. സർവീസ് ആയിട്ടില്ല അല്ലെ? ഫസ്റ്റ് സർവീസ് ആവാൻ പോകുന്നുള്ളൂ അല്ലെ? ഇപ്പൊ 4200 ആയി. 5000 ഫസ്റ്റ് സർവീസ് ആവും വണ്ടി. ഓക്കെ. പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ സമയത്ത് എന്ത് തോന്നി, അത് അവരെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ചേട്ടനെ കണ്ടിട്ട് ഏതർ വാങ്ങിക്കണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യോ വണ്ടി ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസിൽ? ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ റെക്കമെൻഡ് ചെയ്യും. കാര്യം ഇതൊരു ചെറിയൊരു റയർ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അങ്ങനെ എല്ലാവർക്കും വന്നതായിട്ട് കേട്ടിട്ടില്ല അതുവരെ. ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇട്ടപ്പോഴും ആർക്കും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടില്ല. തൃശ്ശൂർ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ. അല്ല, ഞാനാണെങ്കിലും വളരെ റയറായി, ഞാൻ ഇതുവരെ എറണാകുളത്ത് ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ മോട്ടോർ കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ അതും വളരെ റയറായി മാത്രം വന്നൊരു കേസ് ആയിരിക്കണം മോട്ടോർ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത്. മോട്ടറിന്റെ കൺട്രോളർ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല വീഡിയോ. ഞാൻ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ഈ ചാനലിലൂടെ പറഞ്ഞു. അതായത് നമ്മൾ ഈ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ആണെങ്കിൽ അവര് വീട്ടിൽ വന്ന് നന്നാക്കി തരുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാര്യം എന്താ പറയുക, നമ്മൾ ഈ ചെറിയൊരു കംപ്ലൈന്റിന് വേണ്ടി വണ്ടി ടോ ചെയ്ത് നമ്മളെ ഈസിയിൽ എത്തിക്കുന്നതിനുള്ള ചെലവും അതുപോലെ ഇത് ഒരുപാട് ആൾക്കാർ കാണുമല്ലോ വണ്ടിയിലേക്ക് കയറ്റി പോകുന്നത്. അല്ല, ഞാന് ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ചേട്ടന് പറഞ്ഞാൽ നന്നായി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സർവീസ് സബ്സ്ക്രിപ്ഷൻ എടുത്തോ അല്ലെങ്കിൽ എത്ര രൂപയെന്നൊന്ന് പറയൂ. ഞാൻ എടുത്തില്ല, സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. എനിക്ക് ഓട്ടോയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു 900 രൂപ എനിക്ക് ചെലവായി. അത് മാത്രമാണ് എനിക്ക് ചെലവ് വന്നത്. പിന്നെ ചെലവും വന്നില്ല. അപ്പോ സർവീസ് ആയിരുന്നു, കുഴപ്പമൊന്നും. സർവീസ് മാനേജർ അഖിലേഷ്, അതേപോലെ തന്നെ നമ്മുടെ അഡ്വൈസർ ഉണ്ടായിരുന്നു മുസ്തഫ, ഇതിലൊക്കെ നല്ല സഹകരണമായിരുന്നു. അപ്പൊ അത് എന്തായാലും നല്ല പോലെ തന്നെ ആ ഒരു എന്താ പറയാ കംപ്ലൈന്റ് അവര് ഡീൽ ചെയ്തു. അപ്പൊ പാലക്കാട് ഉള്ള ഏതൊരു ടീമിന് എന്താണ് ഒരു അഭിനന്ദനങ്ങൾ പറയാം അല്ലെ? തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കാം, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് വാഹനമാണ്. എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ എല്ലാ സാധനങ്ങളും പോലെ ഇതിനും വരാം.
ഇപ്പോൾ മേ ബി നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഇത്ര കിലോമീറ്റർ റേഡിയസിനുള്ളിലാണെങ്കിൽ നിങ്ങൾ സർവീസ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും. ഇപ്പോൾ സുമേഷ് ചേട്ടൻ പറഞ്ഞ പോലെ വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകും. മേ ബി പറഞ്ഞ പോലെ അയൽവാസികളൊക്കെ കാണുമ്പോൾ നാണക്കേടായിരിക്കും. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത് കൊണ്ടുപോകണ്ട, ആ സർവീസ് പാക്കിനകത്ത് തന്നെ ഈ ഒരു ടോയിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൂടാതെ വാറന്റി ഉള്ളതുകൊണ്ട് വേറെ പൈസയൊന്നും നമ്മൾ കംപ്ലൈന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് സർവീസ് സബ്സ്ക്രിപ്ഷന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സുമേഷ് ബ്രോ സർവീസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തതുകൊണ്ട് 900 രൂപയായി. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട, കാരണം 2832 രൂപ കൊടുത്ത് ഞാൻ സർവീസ് ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് സർവീസ് സബ്സ്ക്രിപ്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞാണ്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ വീഡിയോയില്? ഇല്ല, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇല്ല, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇനി കംപ്ലൈന്റുകളൊന്നും വരാതെ ഇരിക്കട്ടെ എന്തായാലും. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ഈ ചാനലിൽ എയ്തർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പോസിറ്റീവ് വീഡിയോസും നമ്മൾ നെഗറ്റീവ് വീഡിയോസും എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ഈ സൂം മീറ്റിംഗ് വഴി ദൂരെയുള്ളവരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇതൊരു വാല്യുബിൾ വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഇഷ്യൂ അത് ഇന്നൊരു പെർട്ടിക്കുലർ റീജിയണിൽ വന്നു, അവിടുത്തെ സർവീസ് സെന്റർ എങ്ങനെ ഡീൽ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈതർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല, ഈതറിന് മോശമാണെന്ന് കാണിക്കാൻ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് റിയാലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈതർ യൂസർ ആണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസസും അതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസസും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ട്രിക് വാഹനം സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എൻ്റെ ചാനലിൽ എൻ്റെ നമ്പർ ഓപ്പൺ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഒരു 95% കോളുകൾ ഞാൻ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വലിയ തിരക്കിലൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇലക്ട്രിക് വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയ വണ്ടികളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂസ് ഇതുപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമർ എക്സ്പീരിയൻസസ് ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.